ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷാ സെസ് ബിൽ ലോക്സഭയിൽ. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നാളെ. ബാലവിവാഹമുക്ത ഭാരതം പദ്ധതിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ക്യാമ്പയിന് ഇന്ന് തുടക്കമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അന്തിമ റാൻഡമൈസേഷൻ പൂർത്തിയായി. 2025-26 ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ തന്നെ പാസാക്കിയ ബില്ലിന് ഇന്ന് രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. സിഗരറ്റ്, ഹുക്ക, പുകയില തുടങ്ങി വിവിധ പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസും വർദ്ധിപ്പിക്കാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം അതാത് ദിവസത്തെ അജണ്ടയിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ സഭയിൽ ചർച്ച നടത്താൻ കഴിയൂ എന്ന് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ റൂളിംഗ് നൽകി. ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷാ സെസ് ബിൽ 2025 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പാൻ മസാല ഉത്പാദനത്തിൽ സെസ് ഏർപ്പെടുത്തി ആരോഗ്യം, ദേശീയ സുരക്ഷ എന്നീ മേഖലകളിൽ ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിനാണ് ബില്ല് ലക്ഷ്യമിടുന്നത്. അവശ്യവസ്തുക്കളിൽ സെസ് ചുമത്തില്ലെന്നും ആരോഗ്യത്തിന് ദോഷകരമായ പാൻ മസാല പോലുള്ളവയ്ക്ക് മാത്രമേ സെസ് ചുമത്തൂവെന്ന് ബില്ല് അവതരിപ്പിച്ച് ധനമന്ത്രി വ്യക്തമാക്കി. The purpose of this bill, madam, is to create a dedicated, predictable source of resource for 2 domains of national importance. One is the health security, given the significant health burden that arise out of consumption of demerit goods like pan masala, and the second domain pertains to national security. ഡൽഹിയിലും ഉത്തരേന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുമുള്ള വായു മലിനീകരണത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇത്തരം ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പറഞ്ഞു. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിലെത്തി. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്ളാഡിമിർ പുടിൻ നാളെ കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര, പ്രാദേശിക തലത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി തുടരുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 22ാമത് ഇന്ത്യ റഷ്യ സൈനിക സാങ്കേതിക സഹകരണ മന്ത്രിതല യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യയുടെ നേതൃത്വത്തിലുള്ള യൂറേഷ്യൻ സാമ്പത്തിക യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകളെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സവിശേഷവും തന്ത്രപരവുമായ ഇന്ത്യ റഷ്യ പങ്കാളിത്തം കാലാതീതവും സുസ്ഥിരവുമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വെല്ലുവിളികളെ നേരിടാനുള്ള പ്രാപ്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2025-26 ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്. 6.9% വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രവചനം. ശക്തമായ സ്വകാര്യ ഉപഭോഗവും സമീപകാല നികുതി പരിഷ്കാരങ്ങളുടെ സ്വാധീനവും GDP വളർച്ചാ നിരക്കിനെ സ്വാധീനിച്ചതായി ആഗോള റേറ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ന് നാവികസേനാ ദിനം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നാവികസേനയുടെ പോരാട്ട വീര്യവും കരുത്തും പ്രകടമാക്കിയ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാഘോഷം. നാവികസേനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയ്ക്ക് ഏറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി സ്ഥിരീകരിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ വാസ്തവ വിരുദ്ധമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു.
കഴിഞ്ഞ മാസം 21-ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ ഉടനീളമുള്ള തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗത്തിന് സ്ഥിരത പ്രദാനം ചെയ്യുന്നതായി വിലയിരുത്തൽ. സാധാരണ ജോലി സമയത്തിനപ്പുറം ചെയ്യുന്ന ഏതൊരു ജോലിക്കും വേതന നിരക്കിന്റെ ഇരട്ടിയിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകണമെന്നതും ഈ പരിഷ്കാരങ്ങളുടെ സവിശേഷതയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് ചീറ്റകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അങ്ങേയറ്റം പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ചീറ്റകളെക്കുറിച്ചുള്ള പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കിടുകയായിരുന്നു അദ്ദേഹം. ബാലവിവാഹമുക്ത ഭാരതം പദ്ധതിയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്ത് പ്രത്യേക ക്യാമ്പയിന് തുടക്കമായി. 2030ഓടെ ശൈശവ വിവാഹം ഇല്ലാതാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ന്യൂഡൽഹിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യവേ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. पिछले एक दशक में भारत की बेटियों ने अपने संकल्प और सामर्थ्य से विकसित भारत निर्माण की नई गति दी है. सभी क्षेत्रों में वे अपनी उपलब्धियों से नया इतिहास भी रच रही हैं. आज हर बेटी की आवाज गूंज रही है, मुझे पढ़ना है, मुझे बढ़ना है. और मुझे खुशी है कि सरकार, समाज और परिवार सभी मिलकर इस आवाज को मजबूत कर रहे हैं. അടുത്ത വർഷം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ അവസാനിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അന്തിമ റാൻഡമൈസേഷൻ പൂർത്തിയായി. ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതിരുന്ന തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള പരിശീലനം മറ്റന്നാൾ നടക്കും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. രാഹുലിന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത്. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. AICC അനുമതിയോടെയാണ് നടപടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 159 പോയിന്റ് ഉയർന്ന് 85,265-ലും നിഫ്റ്റി 48 പോയിന്റ് നേട്ടത്തിൽ 26,033-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 95,080 രൂപയും ഗ്രാമിന് 11,885 രൂപയുമാണ് ഇന്നത്തെ വില. BJP MP ബൻസുരി സ്വരാജിന്റെ പിതാവും മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ ഭർത്താവുമായ മിസോറാം മുൻ ഗവർണർ സ്വരാജ് കൌശൽ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുശോചിച്ചു. രാജസ്ഥാൻ, പഞ്ചാബ്, ചണ്ഡിഗഡ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ശീതക്കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, പുതുച്ചേരി, കാരയ്ക്കൽ, തമിഴ്നാട്, കേരളം, മാഹി എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശ്രീലങ്കയിൽ ആഞ്ഞടിച്ച ദിത്വ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 479ആയി. 350 പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. ദ്വീപിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായമേകുന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി വ്യോമസേന 50 ടൺ ഭാരമുള്ള 2 ബെയ്ലി പാലങ്ങൾ ശ്രീലങ്കയിൽ എത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ ഇൻഫ്ലുവൻസയും മെനിഞ്ചൈറ്റിസും തടയുന്നതിന് അവശ്യ ആരോഗ്യ സംരക്ഷണ സഹായം നൽകി ഇന്ത്യ. ഇതിനായി 63,700-ലധികം ഡോസ് വാക്സിനുകൾ ഇന്ത്യ കാബൂളിലേക്ക് എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാന്റെ പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സൌദി ഇന്ത്യ പാർലമെന്ററി സൌഹൃദ സമിതി ചെയർമാൻ മേജർ ജനറൽ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ബിൻ സൻഹദ് അൽ ഹർബിയെയും ഷൂറ കൌൺസിൽ പ്രതിനിധി സംഘത്തിലെ വിശിഷ്ടാംഗങ്ങളെയും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് പാർലമെന്റിൽ സ്വാഗതം ചെയ്തു. തുടർച്ചയായ കൈമാറ്റങ്ങളിലൂടെ ശക്തി പ്രാപിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക, ആത്മീയ, സാമ്പത്തിക ബന്ധങ്ങൾ ഇന്ത്യയും സൌദി അറേബ്യയും പങ്കിടുന്നുവെന്ന് സമൂഹ മാധ്യമക്കുറിപ്പിൽ ശ്രീ ബിർള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷാ സെസ് ബിൽ ലോക്സഭയിൽ. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നാളെ. ബാലവിവാഹ മുക്ത ഭാരതം പദ്ധതിയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ക്യാമ്പയിന് ഇന്ന് തുടക്കമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അന്തിമ റാൻഡമൈസേഷൻ പൂർത്തിയായി.
2025-26 ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.